ഈ തുമ്പികൾ ഇല്ലാതാവുന്നത് കാരണമാണ്. പണ്ടൊക്കെ നെൽപ്പാടങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. ആ നെൽപ്പാടങ്ങളിലൊക്കെ ധാരാളം തുമ്പികളുണ്ടായിരുന്നു. ഓണത്തുമ്പികളൊക്കെ പറയുന്ന പോലെയുള്ള തുമ്പികളുണ്ടായിരുന്നു. ഈ തുമ്പികളൊക്കെ ധാരാളം പാറി പറക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഈ തുമ്പികളൊക്കെ കുറവ് മുഖാന്തരമാണ് എന്തുണ്ടാവുന്നത് അറിയാം നിങ്ങൾക്ക്? ഡെങ്കിപ്പനികൾ ഉണ്ടാവുന്നത്. പകൽ സമയത്ത് ഇറങ്ങുന്ന കൊതുകുകളെ പിടിക്കുന്ന ഡ്യൂട്ടിയാണ് തുമ്പികൾക്കുള്ളത്. ഈ പകൽ സമയത്ത് ഇറങ്ങുന്ന കൊതുകുകളാണ് ഡെങ്കി അസുഖങ്ങൾ വരുത്തുന്നത്. തുമ്പികളില്ലാതായാലും എന്തുണ്ടാവും? കൊതുകുകൾ ധാരാളമായിട്ട് വർദ്ധിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ആരെയത് ബാധിക്കുന്ന ആരെയാണ്? നമ്മളെയാണ് ബാധിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുക. നമ്മളൊരു എക്സ്ട്രീമിസ്റ്റ് പരിസ്ഥിതി പ്രവർത്തകനൊന്നുമല്ല. പക്ഷേ എന്ത് ചെയ്യണം? സാമാന്യമായിട്ടുള്ള ബോധം നമുക്കിടയിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് എന്നാൽ യുറീക്കയുടെ ക്യാമ്പിന് പോയി എന്ന് പറയില്ലേ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂല എന്ന് എത്തിയിട്ടേ. അപ്പം ഇത്തരം സാധനങ്ങളൊക്കെ ബാധിക്കുന്നത്, ഇപ്പം നേരത്തെ സാറ് പറഞ്ഞിരുന്നു, ഈ ചൂടൊക്കെ കൂടാൻ കാരണം എന്താ? നമ്മുടെ ഏതോ മോശമായിട്ടുള്ള പ്രവൃത്തികളാണ്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് വേനൽക്കാലത്തൊക്കെ നമ്മൾ ഇനി അനുഭവിക്കും എന്ത്? വെള്ളം കിട്ടാതെ നെട്ടോട്ട് ഓടും. ഒരു കാലഘട്ടത്തിൽ കുപ്പിവെള്ളം ഒന്ന് വാങ്ങിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പറ്റാത്ത കാലഘട്ടമായിരുന്നു. നമ്മളിപ്പോൾ കുപ്പിവെള്ളം അല്ലാതെ കുടിക്കുന്നുണ്ടോ? ഇല്ലേ? മിനറൽ വാട്ടറോ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ അല്ലാത്ത സാധനങ്ങൾ നമ്മൾ ബോട്ടിൽ വാട്ടർ അല്ലാതെ കുടിക്കുന്നേ ഇല്ല. അങ്ങനത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയമാണ്.